ഒരുമിച്ചിട്ടല്ലേ? മനസ്സിന് വല്ലാത്ത സന്തോഷം നൽകിയൊരു വാർത്ത ഇന്നലെ കാണാനിടയായി. അത് മറ്റൊന്നുമല്ല, അർഷിദ് മോൻ ഇല്ലാതാക്കിയ അസ്കർ എന്ന് പറയുന്ന അപരാധി മോനെ ഇന്നലെ പോലീസുകാർ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൂടെ അഖിലയും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്നേരമുള്ള അസ്കറിന്റെ കോലം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നിപ്പോയി. മുഖമൊക്കെ വീങ്ങി കണ്ണിനടിയിൽ കറുപ്പൊക്കെ വന്ന് വല്ലാത്തൊരു കോലായിരുന്നു മക്കളെ. ആ കോലം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം പോലീസുകാർ ഇവരിട്ട് നല്ലോണം പെരുമാറിയിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ഈ കോലത്തിൽ ഇവനെ കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, ഒടുക്കത്തെ സന്തോഷം മക്കളെ. നമ്മളെന്തായാലും തെളിവെടുപ്പിനായി അഖിലയും അസ്കറിനെയും പോലീസുകാർ കൊണ്ടുപോകുന്ന ദൃശ്യം ഒന്ന് കണ്ടു നോക്കാം. എന്താ മോനെ അസ്കറെ, സ്റ്റെപ്പൊക്കെ ഇങ്ങനെ വേച്ച് ഇറങ്ങുന്നു. നിനക്കെന്താ നടക്കാനൊന്നും വയ്യേ? എന്നാലും എന്ത് കോലാടാ നിന്റേത്. ചക്കക്കുരു പോലെ ഇരുന്ന ഒരുത്തനായിരുന്നു, ഇപ്പൊ ഒരു മാതിരി ഉണക്കക്കുരു പോലെയായി. എന്തായാലും ബാക്കിയുടെ കണ്ടോക്കാം. എന്താടാ മോനെ അസ്കരൻ, നിന്റെ മുഖമൊക്കെ വല്ലാണ്ട് നീര് വെച്ച് പോയല്ലോ. എന്നാലും പോലീസുകാരെ ഇവനോട് ഈ ചതി വേണ്ടായിരുന്നു. ഒരാൾ ഇടിച്ച് ഈ പരുവത്തിലേക്ക് ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വളരെ മോശമായി പോയി. എന്റെ അഭിപ്രായത്തിൽ ഇത്ര കൊടുത്താൽ പോരായിരുന്നു, കുറച്ചുകൂടെ അധികം കൊടുക്കണമായിരുന്നു. ഇത് കുറഞ്ഞോ എന്നുള്ളതാണ്. കയ്യും കാര്യം തല്ലി ഒടിച്ച് നടക്കാൻ പറ്റാത്ത കോലത്തിൽ ഇവൻ വരണമായിരുന്നു. അന്നേരം ഞങ്ങൾക്ക് കുറച്ചും കൂടി സന്തോഷമായനെ. ഇത് ഓക്കെയാണ്, എന്നാൽ അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓക്കെ ആയനെ. ഇതിപ്പോ എന്ത്, ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയവനല്ലേ. ഇവനൊക്കെ ഇഞ്ചിഞ്ചായി മരിക്കണം എന്നുള്ളതാണ് ഞങ്ങളൊരിത്. അതിന് പോലീസുകാർ തന്നെ അവസരം ഒരുക്കി കഴിഞ്ഞാണെങ്കിൽ അത്രയും സന്തോഷം. നിങ്ങളോടുള്ള റെസ്പെക്ട് ഞങ്ങൾക്ക് കൂടത്തേ ഉള്ളൂ. ബാക്കി കണ്ടോക്ക് എന്തായാലും. ആശാന് കാലൊന്നും പൊക്കാൻ പറ്റുന്നില്ല. കാല് പൊക്കുമ്പോൾ ആശാൻ എക്സ്പ്രഷൻ കണ്ടില്ലേ നിങ്ങൾ? അത് കണ്ടിട്ടാണ് എനിക്ക് ഏറ്റവും ചിരി വന്നത്. ഭയങ്കര വലിച്ചില്ലേ? ആ വലിച്ചില് കാണുമ്പോൾ തന്നെ അറിയാം നല്ലോണം എടുത്തിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുള്ളത്. ചെക്കനിപ്പോ നിൽക്കാനും ഇരിക്കാനും എടുക്കാനൊന്നും പറ്റാത്ത അവസ്ഥ ആയിക്കിടുന്നു തോന്നുന്നു. നന്നായി മോനെ, ഇത്രയെങ്കിലും നിനക്ക് കിട്ടിയത് നിന്റെ ഭാഗ്യമായിട്ട് കണക്കൂട്ടിയാൽ മതി. നീ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ നിനക്ക് ഇത്ര കിട്ടിയാൽ പോരാ. ബാക്കി ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അല്ല, നമ്മുടെ അഖില ചേച്ചി അല്ലേ ഇത്? എന്നാ കോലാടി, മുഖത്തൊന്നും തീരെ പ്രസരിപ്പില്ലല്ലോ. എങ്ങനെ ഉണ്ടാവാനാണ്? ആകെ ഉണ്ടായിരുന്ന മകനും പോയി, ഇപ്പൊ അത് ഭർത്താവിന് കൂടെ ജയിലും കിടക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ പിന്നെ മുഖത്ത് എങ്ങനെ പ്രസരിപ്പ് വരാനാണല്ലേ? ശരിയാണ്. എന്നാലും നിന്നെ പോലൊരു അമ്മ ഈ ഭൂലോകത്ത് തന്നെ ആർക്കും കിട്ടാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഞാൻ അധികമൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. ബാക്കിയുടെ കണ്ടോക്കാം. ഒരുമിച്ചിട്ടല്ലേ? അതാണ്. അങ്ങനെ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോകണ്ട. നിങ്ങൾ വിനോദയാത്രക്കൊന്നും പോവല്ലോ, തെളിവെടുപ്പിനായി കൊണ്ടുപോകല്ലേ. അപ്പൊ വേറെ വേറെ മാറിയിരുന്നാൽ മതി. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ അഖില ഇവിടെ വണ്ടിമ കയറുമ്പോൾ പോലും അസ്കറിന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ ആണ്. അപ്പോഴും ആശ നല്ല വലിച്ചെടുത്ത് വേദനയും കടിച്ചമർത്തി അവിടെ ഇരിക്കുകയാണ്. ഓരോ തവണ ഇവന്റെ ഈ എക്സ്പ്രഷൻ കാണുന്ന സമയത്ത് എന്താണെന്ന് അറിയില്ലേ, എന്തെന്നില്ലാത്തൊരു സന്തോഷം. എന്തായാലും ബാക്കിയുടെ നോക്കാം. ബെസ്റ്റ്. നല്ല സ്ഥലത്താണ് അഖിലിനെ കൊണ്ടിരുത്തിയേക്കുന്നത്. 2 വനിതാ പോലീസിന്റെ ഇടയിൽ അല്ലേ. എനിക്ക് പോലീസുകാരോട് പറയാനുള്ളത്, പോണ വഴിക്ക് പറ്റാണെങ്കിൽ 2 ഇടിയും കൊടുത്തോ, ആരൊന്നും ചോദിക്കൂലെന്നേ. ഇതൊക്കെ ഒരു കോൺഫിഡന്റ് ആയിട്ട് അങ്ങോട്ട് എടുത്താൽ മതി. ഇതൊരു ബാക്കിയുടെ ഉണ്ടോക്കാം. അത് അടഞ്ഞില്ല. എല്ലാവരും ബാക്ക് ലോക്ക് ചെയ്താ
അപ്പൊ ഓക്കെ ബൈ, സൂക്ഷിച്ചൊക്കെ കൊണ്ടുപോണേ, നല്ലോണം പെരുമാറിയേക്കണേ പോലീസുകാരെ. പറ്റുമെങ്കിൽ ഒരു എൻകൗണ്ടറിൽ വരെ തീർത്താണെങ്കിൽ അത്രയും സന്തോഷം. അത് വേണ്ടല്ലേ, എൻകൗണ്ടർ ശരിയാവൂല. ഇവരൊക്കെ ചെയ്ത് തെറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ നീറില്ലാതാവണം. പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇവർക്ക് കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ ആയി പോകും അത്. അതുകൊണ്ട് തന്നെ എൻകൗണ്ടർ വേണ്ട. ഇവരൊക്കെ കുഞ്ഞിനോട് എന്താണോ ചെയ്തത് അതെന്നെ ഇവനോട് തിരിച്ചും ചെയ്യണം. അതാണ് ഇവന് കിട്ടാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത്. എന്തായാലും തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. തെളിവെടുപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് ജയിലിൽ എത്തിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും അതങ്ങനെ ഒരു വഴിക്ക് പോകുന്നുണ്ട്. ഇനി പറയുന്ന അഖിലയുടെ ആദ്യ ഭർത്താവിന്റെ അമ്മ, അതായത് ഈ മരണപ്പെട്ട അർഷിദ് മോന്റെ അച്ഛന്റെ അമ്മ, ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. ഈ അഖിലയെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, പുള്ളിക്കാരി മുമ്പ് വിവാഹം കഴിച്ചതാണ്. ആ കല്യാണം കഴിച്ച ഭർത്താവിന്റെ പേര് അഖിൽ എന്നാണ്. അതിൽ ഇവർക്കുണ്ടായ കുഞ്ഞാണ് അർഷിദ് മോൻ. അർഷിദ് മോന് ജനിക്കുന്ന സമയത്താണ് അഖിലയുടെ ആദ്യത്തെ ഭർത്താവ് ജീവൻ കൊടുക്കുന്നത്. അതിന് പിന്നാലെയാണ് അഖിൽ അസ്കറിനെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാവുന്നതും പിന്നീട് അസ്കറിനെ വിവാഹം കഴിക്കുന്നതും. അതോടെ കുഞ്ഞിനെ അസ്കറിന്റെ കൂടെ കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണല്ലോ. അസ്കർ ആ കുഞ്ഞിനെ ദ്രോഹിച്ച് ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഇതിനെല്ലാം പിന്നാലെയാണ് അർഷിദിന്റെ അച്ഛന്റെ അമ്മ മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് എന്തായാലും അവർക്ക് പറയേണ്ട എന്താന്നുള്ളത് കണ്ടുനോക്കാം. ഈ സ്ത്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പരിതാപകരമാണ് കേട്ടോ ഇവരുടെ അവസ്ഥ. ലോകത്ത് ഇത്രയും നിർഭാഗ്യവതിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവരെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവർക്ക് 2 മക്കളാണുള്ളത്, ഒരു ആണും ഒരു പെണ്ണും. അതിൽ പെണ്ണ് മൂത്തതാണ്, ഇളയവനാണ് ഈ പറയുന്ന അഖിൽ, അതായത് അഖിലയുടെ ഭർത്താവ്. ഇനി ഇതിൽ മൂത്തവളെ കുറിച്ച് പറയാനാണെങ്കിൽ അവളും പ്രണയിച്ചാണ് വേറൊരുത്തനെ കല്യാണം കഴിക്കുന്നത്. വീട്ടുകാരനെ പൂർണ്ണ സമ്മതത്തോടു കൂടി നടന്ന വിവാഹമൊന്നുമല്ല കേട്ടോ അത്. എന്തായാലും വിവാഹമൊക്കെ നടന്നു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ഭർത്തൃ വീട്ടിൽ ജീവൻ ഒടുക്കി എന്നുള്ളതാണ്. എന്തായാലും മൂത്തവൾ ഇങ്ങനെ ജീവൻ ഒടുക്കിയതോടെ അത് ഇളയവനായിട്ടുള്ള അഖിലിനെ നല്ല രീതിയിൽ അങ്ങ് ബാധിക്കാൻ തുടങ്ങി. അവൻ പിന്നീട് കള്ളുകൂടിയും മറ്റുമൊക്കെ ആയിട്ട് താളം തെറ്റിയ ജീവിതം നയിക്കാൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടക്കാണ് ഇവൻ എവിടെയോ വെച്ച് അഖിലയെ പരിചയപ്പെടുന്നത്. അതോടെ ഇവര് തമ്മിൽ പ്രണയത്തിലാകുന്നു. വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടെ അല്ലെങ്കിലും അവർ തമ്മിൽ വിവാഹം കഴിക്കുന്നു. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഈ അഖിൽ എന്ന് പറയുന്നവൻ എന്താക്കി, അവരും ജീവൻ ഒടുക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു കുടുംബത്തിൽ ആകെ ഉണ്ടായിരുന്ന 2 മക്കളും ഒരേപോലെ ജീവൻ ഒടുക്കി എന്നുള്ളതാണ്. ഒരാൾ ഭർത്തൃപീഡനം കാരണം ജീവൻ ഒടുക്കി, മറ്റേ ആളോ ഭാര്യ പീഡനം കാരണം ജീവൻ ഒടുക്കി. രണ്ടും ഒരേ പാറ്റേണിലുള്ള മരണങ്ങൾ അല്ലേ. എന്തോ ഈ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച പോലെ. പക്ഷെ ഇങ്ങനെ 2 മക്കൾ പോയെങ്കിൽ കൂടിയും ഒരു പേരക്കുട്ടി ബാക്കിയുണ്ടല്ലോ എന്ന് ആശ്വസിച്ച് ഈ അമ്മയും അച്ഛനും മുന്നോട്ട് പോകുന്നതിന്റെ അടുക്കാണ് ഈ പേരക്കുട്ടിയും മരണപ്പെടുന്നത്. ഏത് അർഷിദ് എന്ന് പറയുന്ന പേരക്കുട്ടി. ഇതൊക്കെ കാണേണ്ടി വരുന്ന ആ അമ്മയുടെ മാനസികാവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. 2 മക്കളും പോയി, ബാക്കിയുള്ള ഒരു പേരക്കുട്ടിയും പോയി. ഇനിയിപ്പോ ആ അമ്മയും അച്ഛനും അല്ലാതെ ആരാണ് ആ കുടുംബത്തിൽ ബാക്കിയുള്ളത് അല്ലേ? ഒരു ഭാവി തലമുറ പോലും അവശേഷിക്കാതെ കുടുംബം ബാക്കിയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ആ അമ്മക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടോക്കാം. ഇത് എന്റെ മോയ്, ഈ മോനെ പോലെയാണ് കൊച്ചോരിക്കണത്. മരിച്ച കുഞ്ഞ്, കൊന്ന കുഞ്ഞ് മരിച്ചില്ല, കൊന്നു. ഇത് എന്റെ സുന്ദരിയായില്ലേ, ഇതെല്ലാം എന്റെ മോള്. മോക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? മോള് മരിച്ചപ്പോ 22 വയസ്സ്. ഇത് മോള്. മോൻ എത്ര വയസ്സുണ്ടായിരുന്നു? മോൻ 24. അപ്പൊ ഇവിടെ അമ്മയുടെ മോനും മോളും പോയി അല്ലേ? ഓ, ആ കുഞ്ഞും പോയി. ഒറ്റ മോൻ പോയി. ഈ കുഞ്ഞ് എന്നെ ഈ കണ്ണനെ വരച്ചത്. മോൻ. ഓ, ഇപ്പോഴത്തെ മോൻ. ഓ, 1.5 വയസ്സുള്ള കുഞ്ഞ്. ഓ, ഈ കൊച്ച അല്ലെന്നല്ലേ പറഞ്ഞത്, കണ്ടോ? അതുപോലെ അതേ മോല്ലേ? അപ്പോഴ് ഈ രണ്ടും ഇപ്പൊ ഈ 2 മക്കളും കാണുകയാണ്, പാവനേനെയും വേടനെയും. അവരെ കാണാൻ പറ്റും. അല്ല, അമ്മക്ക് 2 മക്കളും പോയപ്പോഴും ഒരു ആശ്വാസമായിരുന്നു ഈ കുഞ്ഞുണ്ട് എന്നുള്ളല്ലേ? 1.5 വയസ്സുള്ള കുഞ്ഞ്. അതും പോയി. ഇനി ഈ ഇവന്റെ ഇവളെ മരണവും കൂടെ കണ്ടിട്ട് ഞങ്ങളും മരിക്കും. ആരുടെ? അഷ്കറിന്റെ? അഖിലെന്ന് പേര് പറഞ്ഞൂടെ? എന്റെ മോൾ അതുപോലെ അത് സുന്ദരി പേരല്ലേ. ആ പേര് അവൾക്ക് യോഗ്യതയില്ല. അവള് മൃഗവും അവൻ മൃഗം. കടിച്ചു കയറുന്ന മൃഗം ഉണ്ടല്ലോ, ആ മൃഗങ്ങളാണ്. അല്ലാത്ത സാധു മൃഗങ്ങളുണ്ട്, അവരല്ല, കടിച്ചു കയറുന്ന മൃഗങ്ങൾ. മനോനിലെ തെറ്റിയ പോലെയാണ് ഈ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? എങ്ങനെ തെറ്റാതിരിക്കും? ആറ്റു നോറ്റ് വളർത്തിയ 2 മക്കൾ ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു പോയി. എന്നാ പിന്നെ ഒരു പേരക്കുട്ടിയെങ്കിലും ഉണ്ടല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുന്ന സമയത്ത് ആ പേരക്കുട്ടി ഇപ്പൊ മരണപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇവർക്ക് ഇങ്ങനെ ഇരുന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ പറ്റുന്ന തന്നെ വലിയ കാര്യം. വേറെ വല്ലവരുമായിരുന്നെങ്കിലും ഒന്ന് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായേനെ. എന്നാൽ എന്തൊരു അവസ്ഥയാണിത് അല്ലേ? ഒരമ്മയ്ക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. എന്തായാലും ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ, അർഷിദ് മോന് ജനിക്കുന്ന സമയത്താണ് അർഷിദ് മോന്റെ അച്ഛനായിട്ടുള്ള അഖിൽ ജീവൻ കൊടുക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അർഷിദിന്റെ അച്ഛന്റെ വീട്ടുകാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അർഷിദിനെ തീരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ജീവിതകാലം മുഴുവനും അവൻ അമ്മയുടെ കൂടെ ആയിരുന്നല്ലോ. അവരാദ്യമായി കാണുന്നത് അർഷിദ് മോനും മരിച്ചതിന് ശേഷമാണ്. അതിനെ കുറിച്ച് അമ്മ പറയുന്നങ്ങളൊന്ന് കേട്ടോക്കി. അമ്മ ഈ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ? അയ്യോ, എന്റെ അപ്പീനെ ഈ പെട്ടിയിലല്ലേ കൊണ്ടു തന്നത്. വ്യാഴാഴ്ച ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ വീടും മറിഞ്ഞ സന്തോഷത്തിൽ ആടുണ്ട്. എന്റെ കുഞ്ഞിനെ ജീവനോട് കണ്ടിട്ടേ ഇല്ല? നിങ്ങൾ രണ്ടും? ഇല്ല, നിങ്ങൾ കണ്ടിട്ടില്ല.
ഞങ്ങളെ മക്കളാ ഈ നമുക്ക് ജീവനോടെ തരാന്ന് പറഞ്ഞെന്ന് പെട്ടിയിലാക്കി തന്നു. അപ്പൊ നിങ്ങളുടെ എല്ലാ കുഞ്ഞിനെ ഏൽപ്പിച്ച പൊന്നുപോലെ നോക്കത്തില്ലായിരുന്നോ? മക്കൾക്ക് ഇവിടെ വന്നിട്ട് എന്തൊരു തോന്നുന്നു. ഞങ്ങള് മോള് മരിച്ചപ്പോഴും മോൻ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പം മോൻ മരണപ്പെട്ടപ്പോ ഈ പൊന്നുമോ ഉണ്ടല്ലോ, ഞങ്ങളെ പൊന്നുമോന്റെ ജീവൻ കിടക്കില്ല, മോക്കുള്ളതിൽ അപ്പിയില്ല. അപ്പൊ ഈ പൊന്നുമോന്റെ ജീവൻ കിടക്കില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓക്കെ, അതാണ് ആ പൊന്നുമോനെങ്കിലും ബാക്കിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് ആ പൊന്നുമോന് മരണപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോ പറയാൻ മാത്രം ആ കുടുംബത്തിൽ ഒരു തലമുറ ബാക്കിയില്ല അല്ലേ, ആ അച്ഛനും അമ്മയും മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും ഇനി അർഷിദ് മോന്റെ അച്ഛനായിട്ടുള്ള അഖിൽ എങ്ങനെയാണ് ജീവൻ എടുക്കുന്നത് എന്നതിനെ കുറിച്ച് ഈ അമ്മയോട് ചോദിക്കുന്നുണ്ട്. അന്നേരമുള്ള അമ്മയുടെ മറുപടി നമുക്കൊന്ന് കേട്ടോ. അമ്മയുടെ മകന് അല്ലെങ്കിൽ അഖിലയുടെ ഭർത്താവായ അമ്മയുടെ മകൻ എങ്ങനെ മരിക്കുന്നത്? എങ്ങനെ ഇവക്ക് അവന്റെ ഇഷ്ടമില്ല, അവന്റെ കൊച്ചല്ല എന്നും പറഞ്ഞ് അവള് പൊക്കളഞ്ഞു. അങ്ങനെ കയറ് കെട്ടിയിട്ട് ഇവളെ ഫോൺ കാണിച്ചാണ് മരിച്ചത്. ഇവള് കാരണം മകൻ മരിക്കുന്നത്. ഓ, അവള് ഈ എന്റെ 2 പിള്ളേരെയും കൊന്നു, എന്റെ മോനെ കൊച്ചുമോനെ കൊന്നു. ഓ, ഞങ്ങളോടുള്ള ഞങ്ങൾക്ക് ഈ ബോഡി പോലും തരില്ല എന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, വല്ലാത്തൊരു പെണ്ണിഷ്ടമാണ്. എന്നാലും ഇവൾക്ക് എങ്ങനെയാണല്ലേ സ്വന്തം കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭർത്താവിനോട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? ഇത് നിങ്ങളുടെ കുഞ്ഞല്ല എന്നൊക്കെ പറയാൻ തോന്നുന്നത് ഒരു അച്ഛൻ ഏറ്റവും തകർന്നു പോകുന്ന ഒരു നിമിഷമാണത് അല്ലേ. തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് തന്റേതല്ല എന്ന് തന്റെ ഭാര്യ പറയുന്നത് അതൊരു അച്ഛന് സഹിക്കാൻ പറ്റൂല. അതോടെയാണ് അവൻ ജീവൻ എടുക്കാമെന്നുള്ള ചിന്തയിലേക്ക് എത്തുന്നത്. വെറുതെ അല്ലേ ഈ അച്ഛൻ ഇടയ്ക്കിടെ പറയുന്നത് അതെന്റെ പേരമകനാണ്, എന്റെ മകനെ വരച്ചു വെച്ചത് പോരുണ്ട് എന്നുള്ളത്. ഈ അഖില എന്ന് പറയുന്നത് നമ്മൾ തള്ളി പറഞ്ഞത് കൊണ്ടാണ്. ഇനി ഈ അമ്മയുടെ മൂത്ത മകൾ എങ്ങനെയാണ് മരണപ്പെടുന്നത് എന്നതിനെ കുറിച്ചും കൂടി അമ്മ സംസാരിക്കുന്നുണ്ട്. നമ്മളെല്ലാം കൂടി ഒന്ന് കേട്ടോക്കാം. നമ്മുടെ ഈ മകൾ എങ്ങനെ മരിക്കുന്നത്? ഈ മകളെ പന്നിയോട് കാട്ടാക്കട പന്നിയോട് അഖില് എന്ന് പേരുള്ള ആള് കല്യാണം കഴിക്കാൻ ആലോചന കൊണ്ടുവന്നപ്പോ എന്റെ ഭർത്താവിന് ഇഷ്ടമില്ല. അവന്റെ ഫോട്ടോ കണ്ടപ്പോഴേ പറഞ്ഞ് അവൻ ക്രിമിനലാണ്, മക്കളെ നമുക്ക് വേണ്ട. അപ്പോഴെന്റെ മോള് പറഞ്ഞത് ദൈവ കുടുംബമാണ്, എന്റെ ഭർത്താവ് വെള്ളം അടിക്കൂല, ചാരയും കുടിക്കൂല, ദൈവ കുടുംബമാണമ്മ, ഈ കല്യാണം നടത്തി തരണം. അങ്ങനെ എന്റെ ഭർത്താവ് മാറി നിന്ന് ഞാൻ ഇത് രജിസ്റ്റർ മാരേജ് നടത്തി അവ വിട്ടുകൊടുത്തതിന് അവിടെ ചെന്നപ്പോ പറയണു എനിക്ക് അവിടുത്തെ 7 സെന്റ് ഉണ്ടല്ലോ എന്റെ മക്കൾ ഉറങ്ങണം, ആ 7 സെന്റും കൂടെ അവന്റെ പേരിന് എഴുതണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു എന്റെ പ്രമാണം ബാങ്കിൽ ഇരിക്കുകയാണ്, ഞാൻ അത് എടുക്കുന്നത് ഒരു എഗ്രിമെന്റ് എഴുതരാം. ചുരുക്കി പറഞ്ഞ അവര് തമ്മിൽ സ്വരച്ചേർച്ചയായിരുന്നു. അതിൽ മകൾ തൂങ്ങി മരിക്കുന്നത് ഇല്ല, അത് അവന് വേറൊരു അഫയർ ഉണ്ടായിരുന്നു, മരുമോന് വേറൊരു അഫയർ ഉണ്ടായിരുന്നു. അത് ഫോൺ മോള് കണ്ടുപിടിച്ച് ഇവ അടിച്ച് എന്റെ മോള് ആത്മഹത്യ ചെയ്യുന്ന അവര് പറയണം. ഞങ്ങൾക്ക് അതും തെളിയിക്കാൻ പറ്റിയില്ല. പന്നിയോട് സ്റ്റേഷനിൽ കേസൊക്കെ കൊടുത്ത് ഞങ്ങളെ കൊണ്ട് മൊഴിയൊക്കെ എടുപ്പിച്ച് എല്ലാം ചെയ്തിട്ട് ആ കേസ് അവർ വെറുതെ ഒഴിവാക്കി. അഖിൽ മാനസികമായിട്ട് തകർന്ന് അഖില് മദ്യത്തിന് അടിമയായി. പിന്നെ അഖില് സ്വയബോധമില്ലാതെ നടന്ന് പിന്നീട് ഞങ്ങൾ അവനെ കൊണ്ടുവന്ന് കുടിയൊക്കെ നിർത്തി നല്ല മോനായി വന്നപ്പോഴാണ് ഈ പിശാചിനെ കണ്ടത്. ഈ കൊലയാളി ഇവിടെ എന്റെ മോൻ ഇവിടെ താഴെ ഒരു സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ ചോറ് ബിസിനസിന് കൊണ്ടുപോകുന്നു. അപ്പോഴും ആ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും ഈ കൊലയാളി അവിടെ നിന്നു, വശീകരണത്തോടുള്ള കൊലയാളി അഖില. അവള് ഡാൻസുകാരല്ലേ, ആണുങ്ങളെ കൊല്ലണുള്ളൂ. അവൾ എന്റെ അപ്പയെ തട്ടിയെടുത്തതല്ലേ. ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് അവൾക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് മാറിക്കണം, അവൾക്ക് ഇവിടെ തരാക്കി. ഞങ്ങൾക്ക് സമാധാനം തരണം. ഈ നാട്ടുകാരോട് ചോദിക്കണം, എന്റെ മോളെ വസ്ത്രങ്ങൾ എന്റെ മോളെ ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് നടന്നവള് കള്ളക്കേസ് ഞങ്ങൾക്കെതിരെ കോടതിയിൽ കൊടുത്ത് 25 പവന്റെ ഉരുപ്പടി, 2 ലക്ഷം രൂപ സ്ത്രീധനം, 1.5 ലക്ഷം രൂപ ഫർണിച്ചർ സാധനം, 1 ലക്ഷം രൂപ പ്രസന്റേഷൻ, അത്രയും കൂടെ ഞങ്ങൾ കോടതിക്കാരന്. പിന്നെ ഇവര് തമ്മിലുള്ള തെറ്റുന്ന എപ്പോഴാണ്? ഈ അഖില അമ്മയുടെ മോനെ തമ്മിൽ ബന്ധം തെറ്റുന്ന എപ്പോഴാണ്? ഇവക്ക് വേണ്ടെന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോഴും ഈ കുഞ്ഞ് അവന്റെ അല്ലെന്ന് പറഞ്ഞു, എന്റെ മോന്റെ അല്ലെന്ന് പറഞ്ഞു. എന്റെ മോന്റെ കൊച്ചു എന്റെ മോനെ പോലെ ഇരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കടുപ്പവശം എന്ന് പറയുന്നത്. കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവർ അവസാനം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയുന്നുണ്ട് അല്ലേ, എന്റെ മകനെ വരച്ചു വെച്ച പോലെ തന്നെയാണ് എന്റെ പേര് കുട്ടി, അത് എന്റെ കൊച്ചു തന്നെയാണെന്നുള്ളത്. ഇത് കഴിഞ്ഞവർ എന്തൊക്കെയോ പിന്നെയും പിച്ചും പേയും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ എല്ലാം കൂടെ എടുത്തിട്ട് കാണിക്കുന്നില്ല. സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് അത്യാവശ്യം മനോനില തെറ്റിയ അവസ്ഥയിലാണ്. അതിനെക്കുറിച്ച് ഇവരുടെ ഭർത്താവ് തന്നെ പറയുന്നുണ്ട്, ഒന്ന് കേട്ടോ. ഇവിടുത്തെ ചേച്ചിയുടെ അവസ്ഥയൊക്കെ വളരെ കഷ്ടം. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുമല്ലേ, മാനസികമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു മുമ്പ്. അതായത് ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുന്നത് മാനസികാവസ്ഥ ട്രീറ്റ്മെന്റ് ആണ്. അതെ അത് എല്ലാ മാസവും കൂടെ പാലോട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഷോക്ക് കൂടെ ആയപ്പോഴത്തേക്ക് അത് വീണ്ടും തിരികെ വന്നൊരവസ്ഥയിലാണ്. ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയിൽ ആയിരിക്കുന്നു. കുഞ്ഞിനെ പറഞ്ഞ ശരിക്കും പറഞ്ഞ ഭയങ്കര ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും അത് സങ്കടമാണല്ലോ. ഈ കാണുന്ന എല്ലാവർക്കും സങ്കടമാണ്. ടി വിയോട് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവം എല്ലാവർക്കും, അച്ഛനമ്മമാർക്ക് എല്ലാവർക്കും സങ്കടമാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടുള്ള നമ്മൾ കുഞ്ഞും ചെറുകുട്ടി നഷ്ടപ്പെടുമ്പോഴുള്ള
അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും പറയാൻ തന്നെ അറിയാവുന്ന കേസാണ്. ഓക്കെ, അതാണ്. എന്തായാലും ആ അമ്മക്ക് പഴയ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റട്ടെ. അത്ര ഇപ്പൊ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ പറ്റൂ അല്ലേ? അത് നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല എന്നറിയാം, എന്നാലും നമുക്ക് പറയാനല്ലേ പറ്റൂ. ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. ഈ ഒരു കുടുംബത്തെ ഈ ഒരു അവസ്ഥയിലാക്കിയ ആ അഖിലക്കും അസ്കറിനും പരമാവധി ശിക്ഷ തന്നെ കിട്ടട്ടെ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.